അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസറേനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. തിന്മ നിറഞ്ഞ ഈ ലോകത്ത് ദൈവം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? ഈ ഒരു സംശയം പലർക്കും ഉള്ളതാണ്. എന്തുകൊണ്ടാണ് തിന്മ ഇത്ര വർദ്ധിച്ചു വരുന്നത്? ദൈവം കാണുന്നില്ലയോ? ദൈവം എന്തുകൊണ്ടാണ് മിണ്ടാതെ ഇരിക്കുന്നത്? ദൈവം എന്തുകൊണ്ട് ദുഷ്പ്രവർത്തിക്കാരെ ശാസിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ഉന്മൂലനാശം ചെയ്യുന്നില്ല? ഹീ ഈസ് നോട്ട് ഇൻ കൺട്രോൾ എന്നുള്ള നിഗമനത്തിലാണ് പലരും വന്നെത്തി നിൽക്കുന്നത്. ദൈവമില്ല എന്ന് പോലും പലരും കണ്ടുപിടിക്കുന്നു. കാരണം ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ദൈവം പോലും ഇല്ല എന്നുള്ളതാണ് പലരുടെയും ചിന്തയിൽ സാത്താൻ കൊടുക്കുന്ന ഒരു വിചാരം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തിന്മ നിറഞ്ഞ് വർദ്ധിക്കുന്ന ഈ ഒരു കാലത്തും ദൈവം മിണ്ടാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി വേർഡ്സ് ഓഫ് വിസ്ഡം, വേർഡ്സ് ഓഫ് ട്രൂത്ത്, വേർഡ്സ് ഓഫ് ജീസസ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഉപമകളുടെ ഒരു അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിൽ പല ഉപമകൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഉപമയാണ് കളകളുടെയും കോതമ്പിന്റെയും ഉപമ എന്ന് പറയുന്നത്, പാരബിൾ ഓഫ് വീറ്റ് ആൻഡ് ടയേഴ്സ്. അപ്പോൾ ഈ ഒരു ഉപമ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഉപമയിൽ യേശു പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ച ആ ഒരു മനുഷ്യനോട് ഉപമിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സദൃശ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. ആ മനുഷ്യൻ തൻ്റെ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നു. പക്ഷേ ആൾക്കാരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ശത്രു വന്ന് അവിടെ കളകളുടെ വിത്ത് വിതയ്ക്കുന്നു. അങ്ങനെ വിത്ത് വളർന്ന് കതിരായതിനു ശേഷം കളകളും കാണപ്പെടുന്നു. ആ കർഷകന്റെ ദാസന്മാര് ഇത് കണ്ടിട്ട് ആ കർഷകനോട് വന്ന് ചോദിക്കുന്നു, നീ നല്ല വിത്തല്ലേ നിന്റെ നിലത്തിൽ വിതച്ചത്, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിന് ആ മനുഷ്യൻ തന്റെ ദാസന്മാരോട് പറയുന്നു, ഒരു ശത്രുവാകുന്നു ഇത് ചെയ്തത്. അപ്പൊ ദാസന്മാർ അയാളോട് ചോദിക്കുന്നു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കളകളെല്ലാം പറിച്ചു കൂട്ടി കളയട്ടെ, അല്ലെങ്കിൽ തീയിലിടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, കളകൾ പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ നല്ല വിത്തുകൾ, അല്ലെങ്കിൽ ആ ഗോതമ്പും അതിൻ്റെ കൂടെ പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യണ്ട. പക്ഷെ കൊയ്ത്ത് കാലമാകുമ്പോൾ ഈ കളകളെല്ലാം പറിച്ചു കൂട്ടി തീയിലിടണം. നല്ല വിത്തിനെ അല്ലെങ്കിൽ ഗോതമ്പിനെ എല്ലാം പറിച്ചു കൂട്ടി എൻ്റെ കളപ്പുരയ്ക്കൽ നിറയ്ക്കണം എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. പിന്നീട് എപ്പോഴോ ശിഷ്യന്മാർ ഈ ഒരു ഉപമയെക്കുറിച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്കിത് തോന്നിയിട്ട് യേശുവിനോട് അവർ ചോദിക്കുന്നു, ഈ കളകളുടെ ഉപമയെക്കുറിച്ച് നീ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് പറയുന്നു. അപ്പോൾ യേശു അവരോട് പറയുന്നു, നല്ല വിത്ത് വിതച്ച മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യപുത്രനാണ്, യേശുവാണ്. നല്ല വിത്ത് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കള്. കളകളുടെ വിത്ത് എന്ന് പറയുന്നത് സാത്താൻ്റെ മക്കളാണ്. കളകൾ വിതച്ചത് സാത്താനാണ്. കൊയ്ത്ത് കാലം എന്ന് പറയുന്നത് ലോകത്തിന്റെ അവസാനമാണ്. ലോകത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് ദുഷ്പ്രവർത്തികളെയും എല്ലാം ഉന്മൂലനാശം ചെയ്ത് അവരെ എല്ലാം തീയിലെറിഞ്ഞു കളയുമെന്നാണ് പറയുന്നത്. അതേസമയം നീതിമാന്മാരായ തന്റെ ദാസന്മാര് സൂര്യനെ പോലെ പ്രകാശിക്കും എന്നും യേശു അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. അപ്പോൾ ഈ ഒരു കളകളുടെയും ഗോതമ്പിന്റെയും ഉപമയിൽ കൂടി യേശു നന്നായിട്ട് വ്യക്തമാക്കി തരികയാണ്, തിന്മയും നന്മയും ലോകത്തിന്റെ അവസാനം വരെ ഇങ്ങനെയൊക്കെ പോകേണ്ടത് തന്നെയാണ്. ഇത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് യേശുവിടെ വ്യക്തമാക്കുന്നത്. തിന്മ കാണുമ്പോൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക. നന്മയും തിന്മയും ലോകത്തിന്റെ അവസാനത്തോളം വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ലോകത്തിന്റെ അവസാനമാകുമ്പോൾ ദൈവം എല്ലാ ദുഷ്ടന്മാരെയും, നീതി കെട്ടവരായ എല്ലാവരെയും തീ നരകത്തിൽ എറിയും എന്നതും യേശു ഇതിനകത്ത് കൂടെ വ്യക്തമാക്കുകയാണ്. ഇന്ന് പലരും നരകമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. പക്ഷേ ജഡ്ജ്മെന്റ് ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയുണ്ട്. ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. തിന്മയെക്കുറിച്ച് വേവലാതിപ്പെട്ട് തിന്മ കാണുമ്പോൾ ഇതൊക്കെ പറിച്ചു കളയാനുള്ള ഡ്യൂട്ടി എൻ്റെതാണ് എന്നും പറഞ്ഞ് ചാടി പുറപ്പെടേണ്ട എന്നും യേശു പറയുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്, യേശുവിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. അതൊക്കെ തക്ക സമയത്ത്, യഥാസമയത്ത് ദൈവം തൻ്റെ മാലാഖമാരെ കൊണ്ട് ചെയ്യിക്കുന്നത് തന്നെയായിരിക്കും. ലോകത്തിന്റെ അവസാനത്തോളം വരെ ദൈവം എല്ലാവർക്കുമായിട്ടും വെയിറ്റ് ചെയ്യും. ദൈവത്തിന്റെ ഒരു വലിയ ക്യാരക്ടറാണ് ലോങ് സഫറിങ് എന്നുള്ളത്, അല്ലെങ്കിൽ പേഷ്യൻസ്. പലർക്കും വേണ്ടി യേശു ഇന്നും വെയിറ്റ് ചെയ്യുകയാണ്. തന്നിലേക്ക് തിരിഞ്ഞ്
മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കളകളെല്ലാം നല്ല വിത്തുകളായിട്ട് അല്ലെങ്കിൽ ഗോതമ്പായിട്ട് മാറണം എന്നും യേശു ആഗ്രഹിക്കുന്നു. ഇതും ഒരു റീസൺ തന്നെയാണ്. കാരണം ആരും നഷ്ടപ്പെടാൻ ദൈവത്തിന് ഇഷ്ടമില്ല. കാരണം എല്ലാവരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് തിന്മയെക്കുറിച്ച് ആവലാതിപ്പെട്ട് ദൈവം കൺട്രോൾ ചെയ്യുന്നില്ല, ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവത്തിന് കണ്ണും മൂക്കും ഇല്ല, ചെവിയൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്കുള്ള ആകെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നല്ല വിത്ത് ആയിരിക്കുക എന്നുള്ളത്. നല്ല വിത്ത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ വീഡ്സ് അല്ലെങ്കിൽ കളകളൊക്കെ വീഡ്സ് എന്നുള്ള പ്രയോഗമല്ല കൊടുത്തിരിക്കുന്നത്. അത് ദ പാരബിൾ ഓഫ് വീറ്റ് ആൻഡ് ടേഴ്സ് എന്നാണ്. ഈ ടേഴ്സ് എന്ന് പറയുന്നത് ഗോതമ്പ് പോലെ തന്നെ ഇരിക്കുന്ന അതിനോട് സാദൃശ്യമുള്ള ഒരു എന്തോ ഒരു തരത്തിലുള്ള കളയാണ്. അപ്പോൾ അത് സാധാരണ അതിൻ്റെ കൊയ്ത്ത് കാലം ആകുമ്പോഴാണ്, അതിൻ്റെ ഫലം വരുമ്പോഴാണ് അത് കളയാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് കളയാന്നും പറഞ്ഞ് ചിലപ്പോൾ പറിച്ചു കളയുന്നത് കൊയ്ത്ത് കാലമാകുന്നതിന് മുമ്പാണെങ്കിൽ ഒരുപക്ഷെ അത് ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ നല്ല വിത്തുമായിരിക്കും. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത് കൊയ്ത്ത് കാലമാകുമ്പോൾ ഞാനത് വേണ്ടത് ചെയ്തു കൊള്ളാം എന്നുള്ളത്. അതുകൊണ്ട് ലോക അവസാനമാകുമ്പോൾ, കൊയ്ത്ത് കാലമാകുമ്പോൾ നല്ല വിത്തുകളായ നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഉപമയുടെ സാരാംശം. ജീവിതയാത്രയിൽ സാത്താൻ പലതരത്തിലുള്ള കളകളും അല്ലെങ്കിൽ ചീത്ത വിത്തുകളും എല്ലാവരുടെയും മേലെ വിതറുന്നതായിരിക്കും. പക്ഷെ ഇതൊന്നും റിസീവ് ചെയ്യാതെ, അതിനൊന്നും വിധേയരാകാതെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിച്ച് മരിച്ച് നല്ല വിത്തുകളായിട്ട് ദൈവത്തിൻ്റെ മക്കള്, നീതിമാന്മാരായ മക്കള് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആൾക്കാരാകാനുള്ള ഭാഗ്യം നമ്മൾക്ക് ഏവർക്കും ലഭിക്കട്ടെ. അതുകൊണ്ട് തിന്മ ഒക്കെ കാണുമ്പോൾ, ദുഷ്പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ദൈവം കേൾക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നുള്ള ചിന്ത ആർക്കും ഇനി മുതൽ ഉണ്ടാകരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിലും അവൻ്റെ പ്ലാൻസിലും ഒക്കെ കണ്ണുമടച്ച് നമ്മളങ്ങ് വിശ്വസിക്കുക. അതിലൊന്നും സംശയിക്കാനോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയിക്കുന്നത് എന്നുള്ള അനാവശ്യ ചിന്തകൾക്ക് വേണ്ടി നമ്മൾ സമയം കളയാതിരിക്കുക. ഹീ ഈസ് ഇൻ കൺട്രോൾ, ഹീ ഈസ് ഇൻ ഫുൾ കൺട്രോൾ, ഹീ ഈസ് ആൻ ഓൾ മൈറ്റി ഗോഡ്. Our God is an almighty God. He is still waiting for so many people to turn to him. നമ്മൾ കളകളാണോ നല്ല വിത്തുകളാണോ അല്ലെങ്കിൽ ഗോതമ്പായിട്ടാണോ ഓരോ ദിവസം ജീവിച്ച് തീർക്കുന്നത് എന്നുള്ളത് സ്വയം പരിശോധിച്ച് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. So come fall in love with Jesus and fall in love with the word of God.